സാറേ, എമ്പുരാൻ വിവാദങ്ങൾ കത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഗോകുലം ഗോപാലന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടക്കുകയാണ്. ചെന്നൈ, അതോടൊപ്പം തന്നെ കൊച്ചി, കോഴിക്കോട്, വിവിധ ഇടങ്ങളിൽ. ഇതിലൊരു പ്രതികാര നടപടി സംശയിക്കുന്നുണ്ടോ? പ്രതികാരമാണെങ്കിൽ നന്നായി പോയെന്ന് ഞാൻ പറയും. കാരണം പ്രതികരിക്കണം. കാരണം എന്തൊരു സിനിമയാണ്, അദ്ദേഹം നിർമ്മാതാവല്ലേ, അദ്ദേഹം പണം മുടക്കിയാണല്ലേ. എന്തൊരു സിനിമയാണ് ഇത് പടച്ചു വെച്ചിരിക്കുന്നത്? ദേശത്തെ വിഭജിക്കാൻ, വിദ്വേഷം പടർത്താൻ വേണ്ടിയിട്ട്, പഴയ മുറിവുകൾ വീണ്ടും കുത്തി തുറക്കാൻ വേണ്ടിയിട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണോ സിനിമ എടുക്കേണ്ടത്? അത് വമ്പിച്ച പബ്ലിസിറ്റി കൊടുത്ത് ലോകമെമ്പാടും കൊണ്ടൊരു പുതിയ സംഭവം. എന്തുവാ, എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ്, എൻ്റെ അമ്മയ്ക്ക് വട്ടാണ് എന്ന് നാട്ടുകാരോട് വെച്ച് പറയുക. സ്വസ്ഥമായിട്ട് പോവുക. ഭ്രാന്തൊക്കെ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭ്രാന്തായിരുന്നു. ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്തും ഭ്രാന്തായിരുന്നു. തീ വെച്ച് കൊന്നല്ലോ ഗോദ്രയിൽ, അപ്പോഴും ഭ്രാന്തായിരുന്നു. ആ ഭ്രാന്തൊക്കെ നടങ്ങി, കലാപങ്ങളൊക്കെ കെട്ടടങ്ങി ശാന്തമായിട്ട് പോവുകയാണ്. സ്ഥിതപ്രജ്ഞയായി പോവുകയാണ് ഇന്ത്യ. ആ സമയത്ത് സഹിക്കുന്നില്ല ചിലർക്ക്, ചില ശക്തികൾക്ക്. പലതരത്തിലുള്ള ആരോപണങ്ങൾ, പെഗാസസ്, അതുപോലെ തന്നെ പൗരത്വ നിയമം, മുസ്ലിങ്ങളെയെല്ലാം പറഞ്ഞു വിടും, കള്ളപ്രചാരണങ്ങൾ നടത്തി പാവപ്പെട്ട കർഷകരെ തെരുവിലിറക്കി. എന്നിട്ട് ആ തെരുവ് ഇപ്പോൾ കർഷക സമരം തീർത്തതാരാ? പഞ്ചാബിലെ ഗവൺമെൻറ്, AAP സർക്കാർ. അവർ തന്നെ കർഷകരെ പറഞ്ഞു വിട്ടു. ചുമ്മാ അവിടെ വന്ന് കുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദേശത്തെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ കുത്തിപ്പൊക്കി ഭീകരവാദികളെ കൊണ്ട് ചെങ്കോട്ടയിൽ നിങ്ങൾ മഞ്ഞക്കൊടിയൊക്കെ ഉയർത്തി. എന്നിട്ട് എന്തേ മോഡി വീണില്ല? നിങ്ങൾ പരമാവധി ചെയ്യാവുന്ന ചെയ്തേ. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് വർഗീയ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു. മോഡിയെ കടപുഴക്കി എറിയാമെന്ന് വിചാരിച്ചു. എന്നിട്ടും നടന്നില്ല. പക്ഷേ എമ്പുരാൻ സിനിമയ്ക്ക് പിന്നിൽ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ പൃഥ്വിരാജാണ് എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ആണ്. അയാൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പൗരനാണോ അദ്ദേഹം എനിക്കറിയില്ല, ആണെങ്കിൽ നല്ലത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒരു കളി കളിച്ചിട്ടേ പോകൂ. ദൂരദർശൻ നൽകിയൊരു അഭിമുഖത്തിലാണ്. ഞാനിങ്ങനെ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെയും പോലെയല്ല, ഞാനിവിടെ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. അതാണ് വളരെ ആസൂത്രിതമായിട്ട് ലൂസിഫർ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ സാധിച്ചത്. അത് പറഞ്ഞപ്പോഴാണ് ഈ ലൂസിഫർ എന്ന് പറയുന്ന കഥാപാത്രം ക്രിസ്ത്യാനികൾ, ക്രിസ്ത്യൻ സമുദായം, ഒരു മഹത്തായ മതമാണത്. ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ട്രൂത്ത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പാഠങ്ങൾ പഠിപ്പിച്ചൊരു മതമാണ്. ആ മതത്തിനെ അപമാനിക്കുന്ന തരത്തിൽ ലൂസിഫർ എന്നുള്ള പേരിട്ടു അത് നേരത്തെ ഒരു സിനിമയ്ക്ക്. അതിൻ്റെ 2ാം ഭാഗമാണ് ഇതെന്നും പറഞ്ഞാണ് ഇപ്പോൾ എമ്പുരാൻ എന്നും പറഞ്ഞ പേരിൽ ഇത് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ലൂസിഫർ എന്നുള്ളതിൻ്റെ L എന്ന് പറയുന്ന ഗ്രാഫിക്സിൻ്റെ തുടക്കം മുതലേ ഉണ്ട്. അപ്പോൾ ലൂസിഫറിന് ഇതിന് ലബ്ധപ്രതിഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാന ഉന്നമനം നൽകിയിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഏറ്റവും വെറുക്കുന്നതല്ലേ ഈ ചെകുത്താൻ എന്ന് പറയുന്നതിന്, ഈ സർപ്പം എന്ന് പറയുന്നതിന് ക്രിസ്ത്യാനികൾ ഏറ്റവും വെറുക്കുന്നതിനെ ഇവിടെ ഗ്ലോറിഫൈ ചെയ്തിരിക്കുക. മിൽട്ടൺ അങ്ങനെ ചെയ്തു. ജോൺ മിൽട്ടൺ, ദി പാരഡൈസ് ലോസ്റ്റ് ആൻഡ് ദ പാരഡൈസ് റീഗൈൻഡ്. പക്ഷേ റീഗൈൻഡ് എന്ന് പറയുന്ന അതിലൂടെ അദ്ദേഹം തിരുത്തി, സഭയ്ക്ക് വിദ്വേഷം ഉണ്ടാക്കിയ അദ്ദേഹം. അതുപോലൊരു വിദ്വേഷ പ്രയോഗമാണ് ഇപ്പോൾ പൃഥ്വിരാജ് നടത്തിയിരിക്കുന്നത്. ഈ പൃഥ്വിരാജ് മനഃപൂർവ്വം ചെയ്ത് മോദിയെ നശിപ്പിക്കാൻ, RSSനെ നശിപ്പിക്കാൻ, BJPയെ നശിപ്പിക്കാൻ ചെയ്ത ഒരു കുതന്ത്രം തന്നെയാണിത്. എന്നിട്ട് പബ്ലിസിറ്റിയിൽ ഇത് പറയുന്നില്ല. എന്നാൽ BJPക്ക് എതിരായിട്ടുള്ള ധൈര്യമായിട്ട് അദ്ദേഹം പറഞ്ഞ പബ്ലിസിറ്റിയിൽ എല്ലാവരെയും കൂടെ തിയേറ്ററിലേക്ക് വലിച്ചിറക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ പറ്റിച്ചു, മോഹൻലാലിനെ ചതിച്ചു. മോഹൻലാൽ അറിയാതെ ചിലതൊക്കെ ഇതിലേക്ക് കയറ്റി. നാണക്കേട് കൊണ്ട് പറയാതിരിക്കുക. അദ്ദേഹം ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ പോന്നിട്ട് വളരെ കുപിതനായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ലജ്ജ അതെല്ലാം വെടിഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടാണ് പോയി. ഒരക്ഷരം പറഞ്ഞില്ല. പൃഥ്വിരാജ് മിണ്ടിയില്ല. കള്ളം കാണിച്ചിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ പൈസ ഉണ്ടെങ്കിൽ ഊറിച്ചിരിക്കുകയായിരുന്നു, എല്ലാവരെയും പറ്റിച്ച്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലബാർ ഭാഗത്ത് മോഹൻലാലിൻ്റെയോ പൃഥ്വിരാജിൻ്റെയോ ചിത്രം ആരും കാണില്ല. അവിടെ മമ്മൂട്ടി ചിത്രങ്ങൾ, ദുൽഖർ റഹ്മാൻ, അവർക്ക് ഇഷ്ടം അതായതുകൊണ്ടായിരിക്കാം. ഞാൻ വേറൊന്നും കാണുന്നില്ല അതിൽ. അവരവർക്ക് ഇഷ്ടമുള്ള അവർക്ക് കാണും, അങ്ങനെ കാണാറുള്ളൂ. അപ്പോൾ അവിടത്തേക്ക് വ്യൂവർഷിപ്പ് എത്തിക്കാൻ എന്ത് വേണം? ആ ഹിന്ദു വിരുദ്ധത, സ്വന്തം മനസ്സിലുള്ള ഹിന്ദു ഹോബിയ, ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കുന്ന അതാണ് ഇദ്ദേഹം കൊണ്ടുവന്ന സ്കീം. അതിന് ഗോകുലം ഗോപാലിനെ ഇരയാക്കി അദ്ദേഹത്തിൻ്റെ പണം, മോഹൻലാലിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി അത് ചൂഷണം ചെയ്ത് അദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് റോളാണ് കൊടുത്തത്. എന്നിട്ട് ഇയാൾ മഹാനടനായിട്ട് ചോദിക്കുക. വാസ്തവം പറഞ്ഞാൽ കലാപരമായിട്ടൊരു 3ാം കിട സൃഷ്ടിയാണിത്. 3ാം കിട സൃഷ്ടി. ഹിന്ദുപത്രം പറഞ്ഞത് മീഡിയോക്കർ ഫിലിം. ഈ പടം നല്ലതാണെന്ന് ഒറ്റ മികച്ച സംവിധായകനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ ഗ്രാഫിക്സ് ഉണ്ട്. പണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇനി നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ അമ്മ ഇറങ്ങും, അമ്മ മല്ലിക ഇപ്പോൾ വലിയ പ്രശ്നത്തിലാണ്. മകനെ ഒറ്റപ്പെടുത്തി ആരാണ് വേട്ടയാടുന്നത്? അവരെ ഞാൻ നേരിടും. മല്ലിക അല്ലല്ലോ
ഈ സിനിമ സംവിധാനം ചെയ്തത്? എന്തെങ്കിലും റോളുണ്ടോ അവർക്ക് ഇതിനകത്ത്? അഭിനയിക്കുന്നുണ്ടോ? എനിക്കറിയില്ല, ഞാനിത് കണ്ടില്ല. ഈ പണ്ടാരം സബ്സ്റ്റാൻഡേർഡ് സാധനങ്ങൾ ഞാൻ കാണാൻ പോകാറില്ല, എനിക്കതിന് സമയമില്ല. അതുകൊണ്ട് അപ്പോൾ ഇത് മല്ലിക സുകുമാരൻ പിന്നെ ഇതിനകത്ത് എന്തിനാ വാദിക്കാൻ വരുന്നത്? സിനിമയെ പറ്റി അറിയാവുന്നവർ സംസാരിക്കട്ടെ. എന്ത് മകനെ എന്ത് ചെയ്തു ആൾക്കാർ? മകനെ പൃഥ്വിരാജിനെ ആരെങ്കിലും മർദ്ദിച്ചോ? പൃഥ്വിരാജ് സിനിമ എടുത്തില്ലേ? അത് കണ്ട ആൾക്കാർക്ക് വുണ്ടഡായി, അവർക്ക് ഹൃദയം നൊന്തു, ഹൃദയത്തിൽ ചോരയേറ്റി. അവരെന്നിട്ട് ശാരീരികമായിട്ട് ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ വീടിനെ ദേവിച്ചോ? മലബാറിലെ പോലെ അദ്ദേഹത്തിൻ്റെ തിയേറ്ററുകൾ സിനിമ ഓടുന്ന തിയേറ്ററുകൾ കത്തിച്ചോ? ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഭീഷണികൾ എന്തെല്ലാമായിരുന്നു? കേരളത്തിൻ്റെ ഇത് മാറ്റുന്നു. എത്ര തിയേറ്ററുകൾക്കാണ് ഭീഷണി വന്ന് അത് കാണിക്കാതിരുന്നത്? എറണാകുളത്തെ പ്രസിദ്ധമായിട്ടുള്ള ഷേണോയ്സ് തിയേറ്ററിൽ ഇത് ഷെഡ്യൂൾ ചെയ്തിരുന്നു, പക്ഷേ കാണിച്ചില്ല. എന്താ കാര്യം? പേടി, ആളുകൾ വിരട്ടി. ഇതുപോലെ എവിടെങ്കിലും വിരട്ടലുണ്ടായോ? തിരുവനന്തപുരത്ത് ഞാൻ കണ്ടതാണ്. പാണ്ഡ്യമേളവും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് ഇവിടെ സിനിമയ്ക്ക് ആൾക്കാർ വന്ന് നിരന്നിരിക്കുന്നത്. പിറ്റേ ദിവസം അത്രയും പേരെ കണ്ടില്ല. ഇപ്പോൾ ഒറ്റയാളുമില്ല. കാരണം ഇതൊരു തല്ലിപ്പൊളി പടമാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. എന്താ അഭിപ്രായം പറയാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ വിസ്പർ ക്യാമ്പയിനിലൂടെ ഇത് അറിയുമ്പോൾ ആളുകൾ വരാതിരിക്കും. അതിന് സംഘപരിവാറിനെ RSSനെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. RSSനകത്ത് എന്താ ഇത് സെൻസർ ചെയ്യണമെന്ന് പറഞ്ഞവർ. പിന്നെ നിങ്ങളുടെ മകൻ സിനിമ ചെയ്തതുപോലെ RSS അവരുടെ ഓർഗനൈസറിൽ ലേഖനങ്ങൾ എഴുതും. അപ്പോൾ എഴുതിക്കൂടെന്നാണോ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സെൻസർഷിപ്പ് അങ്ങ് നടക്കും. RSSന് ഒരു ഓർഗനൈസർ ഇവിടെ വേണ്ട, RSSനെ അങ്ങ് നിരോധിക്കുക. നിങ്ങൾ പണ്ട് പലതവണ ചെയ്തിട്ടുള്ളതാണല്ലോ. ഞാൻ പറയുന്നുണ്ട്, KG മാരാരെ എനിക്കറിയാം, PP മുകുന്ദനെ എനിക്കറിയാം, K കരുണാകരന് ഞാൻ ചായ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മക്കൾക്കൊന്നും വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്, ലംബോർജിനി കാറുണ്ട് അവർക്ക്. ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങളെല്ലാം കൂടെ അങ്ങ് എടുത്തു, ഞങ്ങൾ കഞ്ഞിയും ചമ്മന്തിയും കുടിച്ചു. ഇത് നിങ്ങളുടെ വീട്ടിൽ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. സിനിമയെക്കുറിച്ചുള്ള വിവരമില്ലെങ്കിൽ ഈ ചാനലുകൾ അതെ റെക്കോർഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് കൊടുക്കരുത്. ദയവായിട്ട് നിങ്ങൾ സിനിമയിൽ ഇത്രയും നാൾ പ്രവർത്തിച്ച ആളല്ലേ, അതിൻ്റെ ഹരിശ്രീയെക്കുറിച്ചെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടായിരുന്നു? നിങ്ങൾ RSSനെ കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത്? RSSൽ എന്ത് തെറ്റ് ചെയ്തു? അവർ ഈ സിനിമയെക്കുറിച്ചല്ല, കേരള സ്റ്റോറിയെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ജാതകം RSSന് അറിയില്ല. പൃഥ്വിരാജിൻ്റെ ജാതകം RSSന് അറിയില്ല. പക്ഷെ ഒരു കാര്യം കേൾക്കുന്നത്, ഇവരുടെ ഭർത്താവ്, ഇവരെ ഏറ്റവും ബഹുമാനിക്കുന്ന സുകുമാരൻ RSSൻ്റെ അതുപോലെ തന്നെ BJP അന്നുണ്ടോ എന്നല്ല, BJPയുടെ സഹചാരിയായിരുന്നു. BJPക്ക് വേണ്ടി മത്സരിക്കാൻ പോകും. BJP അന്നത്തെ ജനസംഘമായിരുന്നാലും അതിനുവേണ്ടി മത്സരിക്കാൻ തയ്യാറായാണ്. അതുപോലെ മുരളി ഗോപിയുടെ അച്ഛനായ ഗോപി, അദ്ദേഹം BJPയോടൊപ്പം ഒരു സഹയാത്രികൻ അല്ലെങ്കിൽ ജനസംഘിനോടൊപ്പം RSSൽ വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ നിന്ദിക്കരുത്. RSSന് ജാതകം അറിയത്തില്ല മകൻ്റെ ജാതകം ഒരുപക്ഷെ സുകുമാരൻ അറിയാമായിരുന്നിരിക്കുമല്ലോ. അപ്പോൾ പലതരത്തിൽ പറയുന്നുണ്ട്. സുകുമാരൻ അന്ന് BJP സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തത് കൊണ്ട് കാണിച്ചു തരും എൻ്റെ മക്കൾ എന്ന് അന്ന് പറഞ്ഞു എന്നൊക്കെ പലതരത്തിൽ പറയുന്നു. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല, തെളിവുകളുടെ അഭാവത്തിൽ ഞാനത് പറയുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് KG മുകുന്ദൻ അല്ല, എനിക്ക് PP മുകുന്ദനെ അറിയാം, KG മാരെ അറിയാം എന്ന് പറഞ്ഞു വിരട്ടരുത്. അവരെ അറിയാവുന്ന പല ആൾക്കാരും ഇവിടെ ഉണ്ട്. അങ്ങനെയൊന്നും പേടിക്കുകയില്ല. മല്ലികയുടെ ഭീഷണിക്ക് മുമ്പിൽ ഓർഗനൈസർ തലകുനിക്കുമെന്ന് വിചാരിക്കേണ്ട. പറ്റുമെങ്കിൽ നിങ്ങൾ നരേന്ദ്രമോദിയെ അറിയാമെങ്കിൽ അദ്ദേഹത്തോടെ പറഞ്ഞ് ഓർഗനൈസറെ അങ്ങ് നിർത്തിക്കൂ. ഈ ഗോകുലം ഗോപാലനെ പ്രതിസന്ധിയിലാക്കാനായിരിക്കുമോ ഈ ED റെയ്ഡ് നടത്തുന്നത്? പ്രതിസന്ധിയില്ല. അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ എന്ത് ചെയ്യാനാ? ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല EDക്ക്. സത്യസന്ധനാണെങ്കിൽ അവിടെ കണക്കുകൾ ശരിയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. കള്ളക്കണക്കുകളും പണം വെളുപ്പിക്കലും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെള്ളാപ്പള്ളി അത് ED അല്ല, വെള്ളാപ്പള്ളി പണ്ട് മുതലേ ആരോപിക്കുന്നുണ്ട്, ചിട്ടിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ്. അദ്ദേഹം ഏത് നിലയിൽ നിന്നാണ് ഇത്രയും വരുമാനത്തിലേക്ക് വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ ഈ വൻ തുകകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പലതരത്തിലുള്ള ബിസിനസ്സിൽ തീർച്ചയായിട്ടും കള്ളത്തരങ്ങൾ കാണും. അതുകൊണ്ടാണ് ബിസിനസ്സുകാർക്കെല്ലാം ഒരു പേടി കാണും. അവരുടെ കണക്കൊന്നും സിനിമാക്കാരുടെ പോലും കള്ളക്കണക്കുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇത് തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ, ഈ സിനിമയ്ക്ക് പിന്നിൽ ഖത്തർ ഫണ്ടൊന്നുണ്ട് എന്ന്. മാത്യു സാമുവൽ എന്ന് പറയുന്ന ടെഹൽക്കയുടെ ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ലത്. പരസ്യമായിട്ട് അദ്ദേഹം വേണ്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ ആഭരണമുണ്ട്. പിന്നെ ഇദ്ദേഹം മോഹൻലാലിനെയും അതുപോലെ മറ്റുള്ളവരെ എല്ലാം ഒതുക്കി എന്ന് പറയുന്നത് ഞാനുമല്ല, അത് മറുനാടൻ മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻ സ്കറിയയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ വരുന്നു. ഇപ്പോൾ നോക്കൂ, മെയിൻ സ്ട്രീം എല്ലാം പൃഥ്വിരാജിനൊപ്പമായിരുന്നല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്തേ നിങ്ങൾക്ക് സെൻസറിങ് തടയാൻ പറ്റിയില്ല? അപ്പം മെയിൻ
ആ ജനാഭിപ്രായത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ്, അല്ലെങ്കിൽ റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഒരു കാര്യം തെളിഞ്ഞിരിക്കുന്നു, സോഷ്യൽ മീഡിയ ഈസ് മോർ പവർഫുൾ ദാൻ മെയിൻ സ്ട്രീം മീഡിയ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.